എല്ലാവർക്കും ആദം സേറ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലഞ്ച് കഴിക്കാൻ പോവുക. ചോറായി ശകലം വിളമ്പി പോരാ, പൂച്ചക്കൂടെ കൊടുക്കണ്ടേ, അതൊന്നും കൂടെ എടുക്കാം. റേഷൻ കടയിലെ അരിയ ഇച്ചിരി കുഴഞ്ഞു പോകുന്നേ ഉള്ളൂ, അല്ല കുഴങ്ങി കുഴപ്പമില്ല, നല്ല അരിയ. ഓക്കെ, ഇനി ഇങ്ങോട്ട് മാറ്റി വെക്കട്ടെ. ഇതിൻ്റെ പോയി കറി എടുത്തിട്ട് വരട്ടെ. ഉണക്കം ഇന്നലെ വറുത്തതാണ്. ഇത് കടൽ വരാല്ലേ, അത് 2 എണ്ണം വാങ്ങിച്ച്. ഒരെണ്ണം ഞാൻ എടുത്തു, അതിൻ്റെ പകുതിയാണ് പൂച്ചയ്ക്ക് കൊടുത്തു, ബാക്കി പകുതി ഇരിപ്പുണ്ട്. പൂച്ചയ്ക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണ്. ഞാൻ പോയി കറി എടുത്തിട്ട് വരട്ടെ. മത്തി വറുത്തത് പോയി മത്തി വാങ്ങിച്ച് 280 രൂപ 1 കിലോ മത്തി. 2 എണ്ണം എടുത്ത് അടിച്ചിട്ട് പരിഞ്ഞീനും കൂടെ എടുക്കട്ടെ. 1/2 കിലോ മത്തിയേ ഞാൻ വാങ്ങിച്ചുള്ളൂ. മതി, ഇത്രയും മതി. 11 എണ്ണം ഉണ്ടായിരുന്നു, അത് വറുത്ത് ഇന്നത്തേക്കും നാളത്തേക്കും ഉള്ള മത്തി വറുത്ത്. പിന്നെ പടവലങ്ങ കറി, അതും കൂടെ എടുക്കട്ടെ. നല്ലോണം തേങ്ങയൊക്കെ അരച്ച്, പക്ഷേ അന്ന് ബന്ധ് കഴിഞ്ഞപ്പോൾ ഇച്ചിരി കുറുകിപ്പോയി. സാരമില്ല. വേണമെങ്കിൽ ഒരു ശകലം വെള്ളം ഒഴിച്ച് ലൂസാക്കാമല്ലോ. എല്ലാ പച്ചക്കറിക്കെല്ലാം ഭയങ്കര വിലയാണ്. 40 രൂപ 1/2 കിലോ പടവലങ്ങയ്ക്ക്. അത് കറി വെച്ചാൽ 15 രൂപ തേങ്ങ. പിന്നെ എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് സബോള എല്ലാം ഇട്ട് വന്നപ്പോഴത്തേക്ക് 100 രൂപയുടെ കറിയാണ് സാധനമായി എല്ലാത്തിനും കൂടെ. മത്തി വറുത്തത് ഇനി ഇത്ര കൂടെ ഇരിപ്പുണ്ട്. 1 2 3 4 5 6 7 8 9 2 എണ്ണം എടുത്ത് ഞാൻ പോയി കഴിക്കട്ടെ. ഇച്ചിരി പടിഞ്ഞിനോടെ ഇരിപ്പുണ്ട്. 2 മത്തി വറുത്തു, പടിഞ്ഞിനും കൂടെ വൈകുന്നേരത്തേക്ക്. ഒരെണ്ണം എൻ്റെ പൂച്ച കിടക്കണം ആവശ്യം. പിന്നെ ഇതും കൂടെ ഇട്ടിളക്കി, ഈ ഉണക്കമീൻ ഇട്ടിളക്കി കൊടുക്കണം. ഉപ്പ് ഒഴിക്കട്ടെ. ഉപ്പ് ഓക്കെ, ഉപ്പ് ഒഴിച്ചു. ചൂടാ. പടവലങ്ങ കറിയും മത്തി ഓർത്ത് ഇപ്പോൾ ഉണ്ടാക്കി തരുമോ. ചോറാണെങ്കിൽ അടച്ചിട്ട് അങ്ങോട്ട് എടുത്തോണ്ട് വന്നേ ഉള്ളൂ. എല്ലാം ചൂടാ. അതെ, പടവലങ്ങ ശകലം തണുക്കട്ടെ, ആഞ്ഞിട്ടുണ്ട്, എന്നിട്ട് കഴിക്കാം. കൈ പൊള്ളുന്നുണ്ട്. മത്തിയുടെ പടിഞ്ഞിന ഞാൻ എൻ്റെ പൂച്ച നോക്കിയിട്ട് വരട്ടെ, വന്നിട്ടുണ്ടോ നോക്കട്ടെ. അപ്പോഴത്തേക്ക് അത് വന്ന് നോക്കിയിട്ട് വരുമ്പോഴത്തേക്ക് കാറ്റ് കൊണ്ട് ചിലപ്പം ഇച്ചിരി തണുക്കും. കഴിക്കാം. എല്ലാം ഉണ്ട്. ഈ ഓടി കയറണ്ട, അതിലോട്ടം കണ്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാ. വേപ്രാളം ചെറുതിൻ്റെ വേണ്ടി ഇട്ട് തരാടാ, എല്ലാം ഇട്ട് തരാം. ആണ്ടാ അടി ഉണ്ടാക്കുന്നു. അപ്പുറത്തെ പൂച്ചയാട്ടാ അവിടെ ഇപ്പം ഉണ്ട്. കുഞ്ഞല്ല കറുത്തന്നെ അവിടെ പോയി കിടക്കുന്നേ. വാങ്ങി ഇവിടെ തിന്നാന്ന് കിടക്ക്. 1 2 കുഞ്ഞുങ്ങൾ അതാണ്ട വന്നു. ആ പൂച്ച ഞങ്ങളുടെ തള്ളപ്പൂച്ച തമ്മിൽ എപ്പോഴും അടിക്കുക. ഈ ചെറുതും ഇതും കൂടെ കൊടുത്തു. അതും അപ്പുറത്തൊരു കണ്ടമ്പൂച്ചയുണ്ട്, ഒരു മഞ്ഞ കളറുണ്ട്, അതുമായിട്ട് അടി. 1 2 3 4 5 6 എണ്ണം അവിടെ ഇരുന്നു. ഞാൻ ഇപ്പോൾ കൊണ്ടിട്ട് തരാവേ.
പോയി കഴിച്ചിട്ടേ പെട്ടെന്ന് വന്നിട്ട് പോയി കഴിക്കട്ടെ. ചെറുതായിട്ട് തണുത്ത് കാണും ഇത്. അല്ലേ മത്തിയുടെ മുട്ട അയ്യോ വായും താഴ്ത്തി. രാവിലെ റോഡിൽ പോയപ്പോഴത്തേക്ക് ശകലം പൊടി അടിച്ച് മഴയില്ലാത്ത കാരണം വെച്ചാൽ വണ്ടി പോയപ്പോൾ പൊടി പോന്നേ. അന്നേരം തൊട്ട് തുടങ്ങി ജലദോഷം. പടവലങ്ങി ഇങ്ങോട്ടെടുത്ത് വെക്കട്ടെ. അതിൻ്റെ ഇവിടെ നിന്ന് കഴിക്കാം. ഇനി ഈ ചാറും കൂട്ടി കഴിക്കട്ടെ. മത്തിയുടെ മുട്ട മത്തി വറുത്ത് പടവലങ്ങ കറി ഒരു ഇച്ചിരി കൂടിപ്പോയി. നല്ല കുറുകയാണ് പടവലങ്ങ കറിയാണ്. എൻ്റെ ജലദോഷം കൂടി വരുന്നല്ലോ. പൊടി അടിച്ചെങ്കിൽ അന്നേരം തന്നെ ജലദോഷമാണ്. പടവലങ്ങ മൊത്തം ഇട്ടാൽ ഇളകി. ഇതേ ഇത്രയും പാവം എൻ്റെ പൂച്ചയ്ക്ക് പോയെങ്കിൽ അപ്പം നിശാല ചോറ് എടുക്കുക. മീൻ വറുത്തതിനെ ഒരിച്ചിരി എരിവ് കൂടിപ്പോയി. നല്ല രുചിയൊക്കെയാണ്, പക്ഷേ എരിവ് പൊട്ടിച്ചില്ല. അതിൻ്റെ പൂച്ചക്കിട്ട് കൊടുക്കുക. അതും ഈ ഉണക്കമീൻ്റെ പകുതിയും കൂടെ.
ഞാൻ കഴിച്ചു കഴിഞ്ഞേ. ഇനി എൻ്റെ പൂച്ചക്ക് ഇട്ട് കൊടുക്കട്ടെ. ഉണക്കമീനും മത്തി വറുത്തും കൂടെ ഇട്ട് ഇളക്കിയതാണ്. കൊണ്ടിട്ട് കൊടുക്കട്ടെ. പുറത്തൊന്ന് കരയുന്നുണ്ട്. ഓക്കെ, ഇനി കൊണ്ടിട്ട് കൊടുക്കട്ടെ. ഇളക്കി നേരം ഉച്ച ഒന്ന് കഴിച്ചു നോക്കട്ടെ, എല്ലാം പാകത്തിനാണോ ഒന്ന്. ആ മതി, ഇനി കൊണ്ടിട്ട് കൊടുക്കാം. ചോറിട്ട് ഇട്ട് കൊടുത്ത്. നിനക്കെന്നാ വേണ്ട? എടാ ചോറിട്ട് വന്നാലേ താണ്ടായി. നീ ഇപ്പോൾ കഴിക്ക്. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പൂച്ചയോട് പറയണം, ചോറിട്ട് കൊടുത്താൽ തിന്നത്തില്ല. മാറടാ, പോയി തിന്നടാ, പോയി തിന്നടാ. തീറ്റ പോയി തിന്ന്. താണ്ടേ അവരെല്ലാവരും കൂടെ കഴിക്കുമ്പോൾ ഒരെണ്ണം മാത്രം കഴിക്കടാ. പോയി ചോറ് ഇല്ലടാ. എടാ നിന്നോട് പോയി ചോറ് ഇല്ലാനാ പറഞ്ഞേ. തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ തിന്നത്തില്ല, എന്നിട്ട് കരഞ്ഞു കാണിക്കും. ആണ്ട അവിടെ ഓർമ്മ വന്നിരിപ്പുണ്ട്. ഇറങ്ങിച്ചെന്നേ, ഇറങ്ങിച്ചെല്ല്. ആ ഇറങ്ങിച്ചെല്ല, അങ്ങനെ ഇറങ്ങിച്ചെല്ല്. ആ പോയി കഴിക്ക്, പോയി കഴിക്ക്. ഇതിലേട്ട് ആ കവറെടുത്ത് കളഞ്ഞില്ല. അതാണ്ടേ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞു. അതെല്ലാം കഴിക്കും. നിനക്ക് വേണ്ടേ? എല്ലാത്തിനും ഒറ്റക്കാരി തിന്നു. കഴിക്ക്, ഇറങ്ങിച്ചെന്ന് കഴിക്ക്. ഇതിനോടൊക്കെ പറയുന്നതിനൊക്കെ ഭേദം ആ ഇട്ട് വന്നിട്ടുണ്ട്. തിന്നുക പോയി വിശപ്പുള്ളവരൊക്കെ. എടാ ഇറങ്ങി കഴിക്കാൻ വേണ്ടേ? വേണ്ടെങ്കിൽ കഴിക്കണ്ട, ഞാൻ പോവാം. നിനക്ക് മതിയായോ? അതോ അവർ ഇതിൻ്റെ കൂടെ തിന്നാൻ വയ്യാത്തതുണ്ടോ മാറിക്കുന്നേ? അതാണ് ഞാൻ പോവുക. അവൻ്റെ പട്ടി അവിടെ നിൽപ്പുണ്ട്, അതിനൊരു ബ്രെഡ് ഇട്ട് കൊടുക്കാം. എന്തായാലും എൻ്റെ വീഡിയോ അങ്ങ് നിർത്തുവാണേ. എല്ലാവരും മറക്കാതെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദം സേറ വ്ളോഗ്സ്. പിന്നെ ഈ മീനൊക്കെ നല്ല മൂടി വെക്കട്ടെ. ഓക്കെ, എൻ്റെ മത്തി വറുത്തത്.